യാത്ര ഒരു കോട്ട കാണാനാണ്, ദൗലതാബാദ് കോട്ട. ഔറംഗാബാദിൽ നിന്ന് 16 കിലോമീറ്റർ അകലെയുള്ള ദൗലതാബാദ് എന്ന സ്ഥലത്താണ് ഈ കോട്ട സ്ഥിതി ചെയ്യുന്നത്. ചെറിയൊരു ഗ്രാമമാണ് ദൗലതാബാദെങ്കിലും മഹാരാഷ്ട്രയിലെ 7 വിസ്മയ കാഴ്ചകളിൽ ഈ കോട്ടയും ഉൾപ്പെടുന്നു. അങ്ങ് അകലെ ഒരു കുന്നിൻ മുകളിലാണ് ദൗലതാബാദ് കോട്ടയും സ്ഥിതി ചെയ്യുന്നത്. പ്രവേശന ടിക്കറ്റ് എടുത്ത് അകത്ത് കയറാം. ദേവഗിരി എന്നായിരുന്നു ഈ സ്ഥലത്തിന്റെ യഥാർത്ഥ പേര്. പരമശിവൻ താമസിച്ച കുന്നായതിനാലാണ് ഇതിന് ദേവഗിരി എന്ന പേര് കിട്ടിയതെന്ന് സങ്കല്പം. 200 മീറ്റർ മാത്രം ഉയരമുള്ള കുന്നിൽ 94 ഹെക്ടർ സ്ഥലത്തായാണ് കോട്ട സ്ഥിതി ചെയ്യുന്നത്. ഡെക്കാൻ പീഠഭൂമിയിലെ അതിസങ്കീർണങ്ങളായ കോട്ടകളിലൊന്നായ ദൗലതാബാദ് കോട്ട 3 സാമ്രാജ്യങ്ങളുടെ തലസ്ഥാനങ്ങളുടെ തിരുശേഷിപ്പുകൂടിയാണ്. ഒരു നൂറ്റാണ്ടിലേറെ കാലമായി യാദവന്മാരുടെയും പിന്നീട് തുഗ്ലക് കാലഘട്ടത്തിലും അതിനുശേഷവും അഹമ്മദ് നഗറിലെ നിസാം ഷാഹികളുടെയും തലസ്ഥാനമായിരുന്നു ഇവിടം. അതിജീവിച്ച യുദ്ധങ്ങളുടെ സ്മരണാർത്ഥം എന്നോണം പല വലിപ്പത്തിലും രൂപത്തിലുമുള്ള പല കാലങ്ങളിലെ പീരങ്കികൾ കോട്ടയിൽ ഇപ്പോഴും പ്രദർശിപ്പിച്ചിരിക്കുന്നു. മുഖ്യ കവാടത്തിന്റെ ഇരുവശത്തുമായി സ്ഥാപിച്ചിട്ടുള്ള ഈ പീരങ്കികളിൽ ഏതൊക്കെ സാമ്രാജ്യങ്ങളുടെ മുദ്ര പതിഞ്ഞിട്ടുണ്ടെന്ന് അറിയില്ല. ൽ യാദവ രാജാവായ ഭിലാനാണ് ത്രികോണാകൃതിയിലുള്ള ഈ കോട്ട പണിതീർത്തത്. ഒട്ടേറെ ആക്രമണങ്ങൾക്ക് ശേഷം 11-ാം നൂറ്റാണ്ടിൽ ഖിൽജി സാമ്രാജ്യത്തോട് കൂട്ടിച്ചേർക്കപ്പെട്ട ഇവിടം പിന്നീട് സുൽത്താൻ മുഹമ്മദ് ബിൻ തുഗ്ലക്കിന്റെ സാമ്രാജ്യ തലസ്ഥാനമായി മാറി. ഈ സ്ഥലത്തിന്റെയും കോട്ടയുടെയും പേര് ദൗലതാബാദ് എന്നാക്കി മാറ്റിയത് തുഗ്ലക്കാണ്. 1328 ഡൽഹിയിലെ മുഴുവൻ ജനതയെയും നിർബന്ധപൂർവം ഇവിടേക്ക് മാറ്റിക്കൊണ്ടാണ് ദൗലതാബാദിനെ തുഗ്ലക് തലസ്ഥാനമാക്കിയത്. പിന്നീട് പല കാരണങ്ങളാൽ തുഗ്ലക് തലസ്ഥാനം വീണ്ടും ഡൽഹിയിലേക്ക് മാറ്റി. 1499 അഹമ്മദ് നഗറിലെ നിസാം ഷാഹിമാർ ഇവിടം പിടിച്ചെടുക്കുകയും അവരുടെ തലസ്ഥാനമാക്കി ദൗലതാബാദിനെ മാറ്റുകയും ചെയ്തു. അവസാനം 1607 അക്ബറിന്റെയും ഷാജഹാന്റെയും നേതൃത്വത്തിലുള്ള മുഗൾ രാജവംശം ഇവിടം പിടിച്ചെടുത്തു. 1724 ഹൈദരാബാദ് നിസാമുമാർ തങ്ങളുടെ അധീനതയിലാക്കുന്നതിനു മുൻപ് കുറച്ചുകാലം മറാത്തകളുടെ നിയന്ത്രണത്തിലായിരുന്നു ദൗലതാബാദ്. കോട്ടയുടെ സമീപത്തായി വറ്റിപ്പോയ വലിയൊരു കുളവും കാണാം. ദൗലതാബാദ് കോട്ടയിലെ ആകർഷണങ്ങളിലൊന്നാണ് ചെങ്കല്ലിന്റെ നിറമുള്ള ചന്ദ് മിനാരം. 210 അടി ഉയരവും 70 അടി വ്യാസവുമുള്ള ഈ മിനാരം പേർഷ്യൻ ഓടുകൾ ഉപയോഗിച്ചാണ് മോടി പിടിപ്പിച്ചിരിക്കുന്നത്. 1445 കോട്ട പിടിച്ചടക്കിയ അലാവുദ്ദീൻ ബാമണി അതിന്റെ സ്മരണാർത്ഥമാണ് ഈ മിനാരം കെട്ടി ഉയർത്തിയത്. ശരിക്കും പറഞ്ഞാൽ പുറത്തുനിന്ന് നോക്കിയാലേ ഈ കോട്ടയുടെ വലിപ്പം നമുക്ക് മനസ്സിലാവില്ല. ഞാനും ശരിക്കും ആദ്യം കണ്ടപ്പോൾ ഒരു ചെറിയ കോട്ടയാണെന്നാണ് വിചാരിച്ചത്. പക്ഷെ അകത്ത് കയറി വിശദമായിട്ട് കണ്ടു കഴിയുമ്പോഴാണ് ഈ കോട്ടയുടെ വലിപ്പം നമുക്ക് മനസ്സിലാവുന്നത്. പല പല സാമ്രാജ്യങ്ങളുടെ ഉദയത്തിനും പതനത്തിനും സാക്ഷ്യം വഹിച്ച കോട്ടയാണിത്. ചരിത്ര പുസ്തകങ്ങളിൽ നിന്ന് വായിച്ചറിഞ്ഞ തുലോം തുച്ഛമായ അറിവ് മാത്രമേ അവയെപ്പറ്റി നമുക്കൊക്കെയുള്ളൂ. പക്ഷേ ഈ സ്മാരകാവശിഷ്ടങ്ങൾ എത്രയെത്ര രക്തച്ചൊരിച്ചിലുകൾ കണ്ടിരിക്കുന്നു. എത്രയോ പേരുടെ ഉയർച്ച താഴ്ചകളും ജീവിതവും മരണവും കണ്ടിരിക്കുന്നു.
ചരിത്രത്തിന്റെ തിരുശേഷിപ്പുകളിൽ നിന്ന്, രക്തച്ചൊരിച്ചിലുകളുടെ ഒരിക്കലും ഉണങ്ങാത്ത മുറിവുകളിൽ നിന്ന്, അന്ധമായ സാമ്രാജ്യത്വ മോഹത്തിന്റെയും അധികാരഭ്രമത്തിന്റെയും മത്തുപിടിപ്പിക്കുന്ന സ്മരണകളിൽ നിന്ന് നമുക്ക് മടങ്ങാം. മുഗളന്മാരുടെയും മറാത്തികളുടെയും എല്ലാം ഒട്ടേറെ ചരിത്രകഥകളും അവയുടെ അവശിഷ്ടങ്ങളും ഇനിയും കണ്ടു തീർക്കാനുണ്ട്. അവയിലേക്ക് നമുക്ക് യാത്ര തുടരാം.